താന്ത്രികാചാര്യനും ജ്യോതിഷ പണ്ഡിതനും ശ്രീനാരായണ താന്ത്രിക് റിസർച്ച് സെന്റർ സ്ഥാപകനുമായ പറവൂർ KM ശ്രീധരൻ തന്ത്രികളുടെ മകൻ. അതിലുപരി പൂജാതി കാര്യങ്ങൾ പഠിച്ച ഏതൊരു ഹിന്ദുവിനും ക്ഷേത്രങ്ങളിൽ പൂജാരിയാവാമെന്ന് നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വ്യക്തി ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രി. അബ്രാഹ്മണർ പൂജ ചെയ്താൽ അത് കീഴാചാര കീഴ്വഴക്ക ലംഘനമാണെന്ന് ബ്രാഹ്മണ സമൂഹം ഒന്നാകെ പറഞ്ഞപ്പോൾ പൂജാധികാരികളിൽ ജാതി വിവേചനം അരുതെന്ന ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രിയുടെ നിലപാടിനെ സുപ്രീം കോടതി ശരിവച്ചു. ദേവസ്വം ബോർഡിലെ ആദ്യ അബ്രാഹ്മണ തന്ത്രി എന്ന നേട്ടം കൈവരിച്ചു. ഗുരു പ്രതിഷ്ഠിച്ച 10ഓളം ക്ഷേത്രങ്ങളിൽ രാകേഷ് തന്ത്രി താന്ത്രിക കാര്യങ്ങൾ നടത്തിവരുന്നു. പൂജ കഴിക്കേണ്ട ഒരു ആവശ്യം അവിടെ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അബ്രാഹ്മണനെ പൂജയ്ക്ക് നിയമിച്ചു. അത് കീഴാചാര കീഴ്വഴക്ക ലംഘനമാണെന്നായിരുന്നു അവരുടെ വാദം. അത് സുപ്രീം കോടതി പറഞ്ഞു അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ആർക്ക് വേണമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അധികാരം വേദവും പൂജാധികാരികളും പഠിച്ചാൽ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനുശേഷമാണ് ആ നിയമനം സാധൂകരിച്ചു. പിന്നെ ബാംഗ്ലൂർ ദേവസ്വം തന്ത്രിയായിട്ട് തന്നെ നിയമിച്ചു. ഇന്റർവ്യൂ വന്നു. എനിക്ക് പലരെയും നിയമിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാളുടെ ജാതി തീരുമാനിക്കേണ്ടത്, രാകേഷ് തന്ത്രികൾ പറയുന്നു. ജന്മനാ ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ. എങ്ങനെയാണ് നമ്മൾക്ക് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നത്? നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് പൂണൂലുണ്ടോ? ഒരു ജോസഫിന്റെ മകൻ ജനിക്കുമ്പോൾ ക്രിസ്ത്യാനിയാണോ? മാമോദീസ നോക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയാവുന്നത്. ഒരു മൊയ്തീന്റെ മകൻ ജനിക്കുമ്പോൾ മുസ്ലിമാണോ? സുന്നത്തിലാണ്. അപ്പൊ സംസ്കാരം കൊണ്ടാണ് ഏത് മതത്തിലും അതിനുള്ള യോഗ്യത ഉണ്ടാവും. പശുക്കളിൽ തന്നെ ഒരു വിസർജ്യം കിടക്കുന്ന സ്ഥലത്ത് ചില പശുക്കൾ വന്നാൽ മാറിപ്പോകും, ചില പശുക്കൾ അത് തന്നെ ഭക്ഷിക്കും, ആ പുല്ല് തിന്നും. അപ്പൊ പശുക്കളിലൊക്കെ ഉണ്ട് ഈ പറയുന്ന ബ്രാഹ്മണ്യം. ഇതൊക്കെ അത് ആ സംസ്കാരം അത് അതിൽ തന്നെ ഉണ്ട്. അത് അതേപോലെ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവും. കാഞ്ചി ശങ്കരാചാര്യർ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ കേരളത്തിൽ വന്നപ്പോൾ താന്ത്രിക ശാസ്ത്ര സദസ്സിലുണ്ടായ സംഭവത്തിലൂടെയാണ് അച്ഛൻ ശ്രീധരൻ തന്ത്രികളെ ലോകം അറിയപ്പെട്ടു തുടങ്ങിയത്. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അദ്ദേഹം വാചാലനായി. കാഞ്ചി ശങ്കരാചാര്യര് ജയേന്ദ്ര സരസ്വതി സ്വാമികൾ കേരളത്തില് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വന്നതാണ്. അപ്പൊ അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം ദർശനം നടത്തി. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങൾ പല രീതിയിൽ നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതങ്ങനെ ഒരു ചർച്ച ഈ ശാസ്ത്ര സദസ്സിൽ കൊണ്ടുപോകും. അപ്പൊ അന്ന് ഈ സദസ്സ് കേൾക്കാനായി ഒരു ശ്രോതാവായിട്ട് എൻ്റെ അച്ഛൻ ശ്രീധരൻ തന്ത്രികൾ പോയി. അപ്പൊ ആ ശാസ്ത്ര സദസ്സിൽ, ആ തന്ത്രശാസ്ത്ര സദസ്സിൽ ഒരു ചോദ്യം വന്നത് ഷഡാധാര പ്രതിഷ്ഠയെ കുറിച്ചാണ്. ഈ ഷഡാധാര പ്രതിഷ്ഠ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഷഡാധാരങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനെ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ബ്രാഹ്മണർക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന് പ്രമാണം ഉണ്ടോ എന്ന് സ്വാമികൾ ചോദിച്ചപ്പോൾ അച്ഛൻ ശ്രോതാവായിട്ടിരുന്ന ആൾ പറഞ്ഞു പ്രമാണമുണ്ട്. ആധാര പ്രസ്തര കുംഭ പത്മം ച കപടം തഥാ നാളോ നപുംസകശില പീഠം ജാധാരമേവ ഷഠ. ഇതാണ് ആറാധാരങ്ങൾ. അതിനെക്കുറിച്ച് ചെറിയൊരു വ്യാഖ്യാനം കൊടുത്തു. അപ്പൊ തന്നെ അച്ഛനെ ആ ഒരു ശങ്കരാചാര്യകളൊന്നും നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ജ്യോതിശാസ്ത്ര സദസ്സിലും ഇതുപോലെ ഈ സ്വസ്തിക പത്മത്തിന് പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അവിടെയുള്ളവരാരും പറഞ്ഞില്ല. അന്തശ്ചതുഷ്പദ വിരാജിത രാശിചക്ര എന്ന് പറഞ്ഞ പ്രമാണം ഉദ്ധരിച്ച് അതിനും വിശദീകരണം അച്ഛൻ കൊടുത്തു. അപ്പൊ അന്ന് അതിനു മുമ്പ് തന്നെ ബ്രാഹ്മണർക്ക് ആർക്കൊക്കെ പൊന്നാട കൊടുക്കണമെന്നൊക്കെ ഇവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം ശങ്കരാചാര്യർ പറഞ്ഞു നമുക്ക് എന്താ SNDP തന്ത്രി കൂടി ഒരു പൊന്നാട കൊടുക്കണം. അങ്ങനെയാണ് അച്ഛനെ അവിടെ കാഞ്ചി ശങ്കരാചാര്യർ ആദരിക്കും. അവിടെ നിന്നാണ് അച്ഛൻ്റെ പേരും പ്രശസ്തിയും ശരിക്കും പുറത്തേക്ക് വരുന്നത്, അച്ഛൻ്റെ പാണ്ഡിത്യത്തെ കുറിച്ച്. ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹമാണ് എല്ലാ ഉയർച്ചയ്ക്കും കാരണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായത്തിലാണ്, എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസ സമയത്താണ് ഞങ്ങളുടെ പിതാമഹൻ ഗുരുവിനെ കാണുന്നത്. അപ്പോൾ എന്തോ അന്ന് മുതലേ ഇതിനോട് എന്തോ ഒരു അഭിരുചി ഉണ്ടായിരുന്നു. അന്ന് ആദ്യം അദ്ദേഹം പഠിച്ചത് ജ്യോതിഷമാണ്. ജ്യോതിഷം നന്നായി പഠിച്ചിരുന്നു. പല സ്ഥലത്തും പോയി വളരെ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കാനൊക്കെ പല ബ്രാഹ്മണരൊക്കെ വിഷമം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അച്ഛൻ്റെ ഗുരുനാഥൻ്റെ ഒരു കണ്ടച്ചനാശാൻ
ഗുരുദേവൻ്റെയൊക്കെ സമകാലികനായ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വേദം, ജ്യോതിഷം, തന്ത്രം, ഒരു 5-8 ഭാഷ ശാസ്ത്രങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ 6 പേരുണ്ടെങ്കിൽ ഒരാളെ തന്ത്രം പഠിപ്പിക്കും, ഒരാളെ ജ്യോതിഷം പഠിപ്പിക്കും, ഒരാളെ അങ്ങനെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ അവിടെ നിന്നാണ് അച്ഛൻ പഠിച്ചത്. അപ്പോൾ അതിലുള്ള ഒരു ആ പാണ്ഡിത്യം അല്ലെങ്കിൽ ആ ഒരു പ്രാവീണ്യം അത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ ശിവഗിരിയിലെ പോലുള്ള അദ്ദേഹം ഗുരുവിൻ്റെ പ്രതിഭാ പ്രതിഷ്ഠ പോലും അച്ഛന് നടത്താനായിട്ട് സാധിച്ചത്. ആർ ശങ്കർ പഴയ മുഖ്യമന്ത്രി അച്ഛൻ ശശിപൂർത്തിക്ക് അച്ഛനാണ് തലച്ചാടിയത്. അപ്പോൾ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് അത് ഇന്നും ആ അനുഗ്രഹ കിരണങ്ങൾ ഇന്നും പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇപ്പോഴും വന്നു. എഡ്യൂക്കേറ്റഡ് കൾച്ചേർഡ് പ്രീസ്റ്റ് എന്ന ലക്ഷ്യത്തോടെ അച്ഛൻ ശ്രീധരൻ തന്ത്രികൾ തുടങ്ങിവെച്ച ശ്രീനാരായണ താന്ത്രിക റിസർച്ച് സെന്റർ ജാതിഭേദമന്യേ താന്ത്രിക വിദ്യ പഠിക്കാൻ അവസരമൊരുക്കുന്നു. അതിനുശേഷം ശങ്കരാചാര്യർ പി മാധവജി എന്ന് പറഞ്ഞ് RSSന്റെ ഒരു പ്രചാരകൻ, അദ്ദേഹത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കേളപ്പജിയുടെ കാലശേഷം അദ്ദേഹമാണ് ഈ സമിതിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രീനാരായണ തന്ത്ര പഠന പരിഷത്ത് എന്ന് പറഞ്ഞ പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് അദ്ദേഹം അച്ഛനെയും കൂടി ക്ഷണിച്ച് ശങ്കരാചാര്യരെ മുമ്പിൽ കൊണ്ടുപോയി ഒരു അബ്രാഹ്മണ ഭേദമന്യേ ഒരു പൂജാ പഠനം അന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് തുടങ്ങി. അന്ന് അച്ഛന് അദ്ദേഹം ഒരു യോഗ്യത സർട്ടിഫിക്കറ്റ് ശങ്കരാചാര്യ കാഞ്ചി ശങ്കരാചാര്യ അതാണ് ഏറ്റവും വലിയ ഒരു അംഗീകാരം. അതിന് ശേഷം ഒരുപാട് അന്നാണ് ഈ കേരളത്തിലെ ആധികാരിക ഗ്രന്ഥമായിട്ടുള്ള തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥം അബ്രാഹ്മണർ പഠിച്ച് മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷം അന്ന് ആദ്യമായിട്ട് ഈ തന്ത്രരത്നം എന്ന് പറഞ്ഞ കോഴ്സ് ആദ്യ ബാച്ചിൽ പാസ്സായ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ് ഞങ്ങളെ ഈ പൂജാ പഠനം തുടക്കമെടുത്ത അദ്ദേഹം. അപ്പോൾ ഈ ശങ്കരാചാര്യ ചോദിച്ചു, ഇങ്ങനെ ഒരു ഏകീകൃത സ്വഭാവം നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, അതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഈ സമ്പ്രദായം ബ്രാഹ്മണരിൽ നിന്ന് ആര് പഠിപ്പിക്കാൻ തയ്യാറാവും? അപ്പോൾ മാധവജി പറഞ്ഞു, അതിന് ഞാൻ ഒരാളെ തരാം. അതാണ് ഈ അഴകത്ത് ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ട്. അങ്ങനെ മാധവജിയും ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടും പറവൂരും ശ്രീധരൻ തന്ത്രിയായിട്ടുള്ള 3 ഗുരുത്രയ രത്നങ്ങളാണ് ഈ പറയുന്ന സമ്പ്രദായത്തിൽ ബ്രാഹ്മണരെ. ഏത് ദാനത്തെക്കാളും പ്രധാനം അന്നദാനമാണ്. അതിന്റെ കാരണവും രാകേഷ് തന്ത്രി വ്യക്തമാക്കുന്നു. അന്നദാനം വിശേഷത. ഏത് ദാനത്തെക്കാളും പ്രാധാന്യം അന്നദാനത്തിനാണ്. എന്തുകൊണ്ട്? ഇപ്പോ സാറ് എനിക്ക് കുറേ സ്വർണം തന്നു, അല്ലെങ്കിൽ കുറെ കാശ് തന്നു. അപ്പൊ എനിക്ക് തോന്നും സാറിന് കുറച്ചുകൂടി എനിക്ക് തരാമായിരുന്നു. അങ്ങ് കുറെ വസ്ത്രം തന്നു, ഞാൻ വിചാരിക്കും എനിക്ക് ഇതിനേക്കാളും നല്ല വസ്ത്രം അങ്ങേക്ക് തരാമായിരുന്നു. അമ്മ എനിക്ക് ഭക്ഷണം തന്നു, 2ാമത് വിളമ്പി 3ാമത് വിളമ്പി ഞാൻ പറയും മതി എന്ന് പറയും. ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു അംശം നമ്മുടെ ബ്ലഡിൽ ലയിക്കുന്നു, ബാക്കി വിസർജിക്കുന്നു. ആ ബ്ലഡിൽ ലയിക്കുന്നത് നമുക്ക് ഒരിക്കലും കളയാൻ സാധിക്കില്ല, അവിടെ ഒരു കടപ്പാടാണ്. അതുകൊണ്ടാണ് സർവേഷു വിധാനേഷു അന്നദാനം. ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞു നരേന്ദ്രൻ അവിടെ ചെന്നു, അങ്ങനെ സംസാരം പറഞ്ഞു. അങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ എല്ലാം പഠിച്ചെന്ന് അഹങ്കരിച്ച നരേന്ദ്രൻ ഒന്നും പഠിക്കാത്ത രാമകൃഷ്ണ പരമഹംസന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് ക്ഷേത്രം? എല്ലായിടത്തും ഈശ്വരനുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, ഭൂമിയിൽ ജലമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കുളം കുഴിക്കുന്നത്? കിണർ അല്ല, അത് കുളം കുഴിച്ച വേഗം തൊഴിലെടുക്കാമല്ലോ. എന്ന് സാധാരണ സംബന്ധിച്ച് പെട്ടെന്ന് ഒരാളെ ഭഗവാനെ ഒന്ന് കാണണമെങ്കിൽ ഒരു ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് നരേന്ദ്രൻ ചോദിച്ചു, ഇതിലേക്ക് കുറെ പായസമൊക്കെ കൊണ്ടുപോകണ്ടല്ലോ, പിന്നെ എന്തിനാ അത് തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുപോകണം? ഇതുപോലെ തിന്നുന്നുണ്ട് എന്ന് ചോദിച്ചു. തിന്നുന്നുണ്ടല്ലോ, ഞാനത് കാണുന്നുണ്ട്.
രാമകൃഷ്ണപരമഹംസർ ദക്ഷിണകാളിക്ക് ചുരുട്ടി വായിൽ വെച്ച് കൊടുക്കുന്ന ആളാണ്. അപ്പൊ പറഞ്ഞു നരേന്ദ്രൻ പോസ്റ്റ് ഓഫീസിൽ പോവാ, മണിയോട് മണിയോട് ആ പൈസ അവിടെ നിന്ന് പോവാറുണ്ട്. പിന്നെ അത് അവിടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ് വരാറുണ്ട്. അതെങ്ങനെയാണ്? എന്നെ പോലെ പൂജാരി അവിടെ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ എന്ന് പറയുന്ന പഞ്ചപ്രാണാഹുതി മന്ത്രം ഭഗവതിക്കും ഭഗവാൻ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു മണി ഓർഡർ പോകുന്നുണ്ട്. അപ്പൊ പായസമൊക്കെ അങ്ങനെ ഇരിക്കും, ഈ പൈസ അവിടെ ഇരിക്കും. പക്ഷെ അത് വേണ്ടിടത്തേക്ക് എത്തുന്നുണ്ട്. അത് എത്തുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. അവസാനം ചോദിച്ചു, അങ്ങ് കണ്ടിട്ടുണ്ട് ഈശ്വരൻ? ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു, കാണിച്ചു തരാം, വളരെ എളുപ്പമാണ്. ഒരു കടലിൽ ചെറിയൊരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കുക നരേന്ദ്രൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റും കോളും വന്നു വഞ്ചി മുങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെ മുങ്ങി അവസാനം ഒരു ശ്വാസം മാത്രം മതി എന്ന് വിചാരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. എന്ന പോലെ ബാക്കി എല്ലാത്തിൽ നിന്നും മാറി ഈശ്വരനെ മാത്രം കാണണം എന്ന് വിചാരിക്കുന്ന ആ നിമിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമസ്കരിച്ച് പിന്നെ സന്യാസം സ്വീകരിക്കുകയാണ്. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എപ്പോൾ എത്തുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രത്തിന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയ പ്രയാണം തുടരുന്നു. ഇന്ദിരാഗാന്ധി ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സന്ദർശിച്ചപ്പോഴും രാജീവ് ഗാന്ധി അരുവിപ്പുറം പ്രതിഷ്ഠാ ശതാബ്ദിക്ക് ഉദ്ഘാടനത്തിനായി എത്തിയപ്പോഴും പൂർണ്ണകുംഭവും തീർത്ഥവും പ്രസാദവും നൽകി സ്വീകരിച്ചത് പറവൂർ ശ്രീധരൻ തന്ത്രിയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ അതേ ക്ഷേത്രത്തിൽ പൂർണ്ണകുംഭം നൽകി തിലകം ചാർത്തി സ്വീകരിക്കാനുള്ള ഭാഗ്യം മകൻ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രിക്ക് ലഭിച്ചു എന്നത് കാലം കാത്തുവെച്ച കാവ്യനീതിയാവാം. അത് തൻ്റെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളിലൊന്നായി അദ്ദേഹം കരുതുന്നു. പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഹിന്ദി രാജ്യഭാഷാ പ്രതിനിധി, റെസ്ലിംഗ് ഫെഡറേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, TK മീഡിയ ആൻഡ് പബ്ലിക്കേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നീ രംഗങ്ങളിൽ തന്റെ കർമ്മശേഷി പ്രകടിപ്പിക്കുന്ന ഡോക്ടർ M കൃഷ്ണമൂർത്തിക്ക് ചണ്ഡികാ ഹോമത്തിന്റെ കുങ്കുമം ചാർത്തുമ്പോൾ പ്രധാനമന്ത്രിക്ക് തിലകം ചാർത്തിയ നിമിഷം അദ്ദേഹം ഓർത്തെടുത്തു. കേരളത്തിന്റെ ഹൈന്ദവ നവോത്ഥാന രംഗത്തുണ്ടായ മാറ്റങ്ങളും കേരളത്തിൽ പൗരാണിക പാരമ്പര്യമുള്ള സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനായി സ്വദേശി ദർശൻ പദ്ധതിയിലൂടെ പരിപാടി ആവിഷ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളും സുഹൃത്തുക്കൾ തമ്മിലുള്ള കുശലാന്വേഷണത്തിൽ വിഷയങ്ങളായി. പൊന്നാടയണിയിച്ചും ആശ്ലേഷിച്ചും സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുന്ന നിമിഷങ്ങൾക്ക് ഡോക്ടർ M കൃഷ്ണമൂർത്തിയുടെ ഒഫീഷ്യൽ സെക്രട്ടറിയും പേഴ്സണൽ സെക്രട്ടറിയും ദക്ഷിൺ ഭാരത് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ പ്രൊമോഷൻ കൗൺസിലിന്റെ സെക്രട്ടറി ജനറലുമായ സുനിത R നായർ, TK മീഡിയ ആൻഡ് പബ്ലിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടറും വള്ളുവനാട് ഇൻഫോസിസ് MD-യുമായ മധുസൂദനൻ, TK മീഡിയ ആൻഡ് പബ്ലിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിനിധികളായ കരുണാകരൻ, ചീഫ് കോർഡിനേറ്റർ രാജീവ് R നായർ, റിപ്പോർട്ടർ രുക്മ, ക്യാമറാമാൻ രാഹുൽ എന്നിവർ സാക്ഷികളായി.